പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛൻ്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛൻ്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ മക്കളുടെ പേരെന്തോ പൂവാ? മൂത്ത മോന്റെ പേര് അനിൽകുമാർ, ഇളയ മോന്റെ പേര് അജിത് കുമാർ. രണ്ടുപേർക്ക് അപ്പൂപ്പനെ വേണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്ന് മനുഷ്യ മനസാക്ഷിയെ വേദനപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചു. 83 വയസ്സ് പ്രായമുള്ള സ്വന്തം അച്ഛനെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ ഒരു വീഡിയോ. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം 2 പുത്രന്മാർക്ക് ആ പിതാവ് ജന്മം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തവൻ്റെ പേര് അനിൽകുമാർ, രണ്ടാമത്തവൻ്റെ പേര് അജിത് കുമാർ എന്ന് പറയുന്ന 2 പുത്രന്മാരാണ്. അവർക്ക് ഭാര്യമാരുമുണ്ട്, അതുപോലെ തന്നെ കുട്ടികളും എല്ലാമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. പാവപ്പെട്ട ഈ അച്ഛനെ തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ ഒന്നും തന്നെ നൽകുകയില്ല. അതിന് അവർ പറയുന്ന ഒരു മാനദണ്ഡം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ആശ്ചര്യപ്പെട്ടു പോകും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഇവരെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് VIP കളാണ്, ഇവർ അവിടെ വെച്ച് ഒച്ച ഉണ്ടാക്കുകയും ഡ്രസ്സില്ലാതെ നടക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾക്കത് മോശത്തരമാണ്. അതുകൊണ്ടാണ് ഈ ലോക്കലായ നിങ്ങളുടെ അടുത്ത് ഇവിടെ കിടന്നാൽ ആരും ഒന്നും അറിയില്ല, കുഴപ്പമില്ല എന്ന് ആണ് പോലും ഈ മക്കൾ മറുപടി കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 2 പുത്രന്മാരുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ ഒന്നാമത്തവൻ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ബിസിനസ്സുകാരനാണ് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. രണ്ടാമത്തവൻ എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ് പോലും. ഇത്രയും പഠിപ്പിച്ച് അധ്യാപകനൊക്കെ ആക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹം റോഡ്മേൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ, ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ, മാസങ്ങളോളം കുളിക്കാതെ കിടക്കുന്ന ഒരു സങ്കടം പിടിക്കുന്ന ഒരു കാഴ്ച. ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ വേണ്ടി സാധിച്ചു. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. പണിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛൻ്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛൻ്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്ന് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാണ്. അപ്പം അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല, ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള അച്ഛനെ കളഞ്ഞിട്ട് പോവുമോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ! മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. 85 വയസ്സുള്ള ഒരു അച്ഛൻ്റെ അവസ്ഥ ഉണ്ടോ? 2 മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. 2 പേർക്കും അച്ഛൻ്റെ സ്വത്തുക്കൾ മതി, അച്ഛനെ വേണ്ട. അനാഥനായിട്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ നല്ലവരായ കുറേ മനുഷ്യരുണ്ടായതുകൊണ്ട് ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛൻ്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. കണ്ടില്ലേ? ഒന്ന് നോക്കാൻ പോലും, കുളിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്ന ഈ മനുഷ്യൻ. മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാവപ്പെട്ട അച്ഛൻ, ഞാൻ പറഞ്ഞതുപോലെ 2 മക്കളും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട്, അയൽവാസികൾ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രം കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പട്ടിണി കിടന്നിട്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം പോലും കണ്ടാൽ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുകയില്ല. 2 മക്കളും കോടീശ്വരന്മാരാണ്. ഒരുത്തൻ ബിസിനസ് കൊണ്ട് അമ്മാനമാടുന്നു, രണ്ടാമത്തെ ആൾ വിദ്യാഭ്യാസം കൊണ്ട് അമ്മാനമാടുന്നു. വിദ്യാഭ്യാസം നേടി അധ്യാപകനായി അതിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. കുടുംബവുമായിട്ട് വളരെ സന്തോഷപൂർവ്വമായിട്ട് കഴിഞ്ഞു പോകുന്നു. പക്ഷേ അച്ഛൻ അവരുടെ അന്തസ്സിന് ചേരുന്നില്ല. അച്ഛൻ ഒച്ചയുണ്ടാക്കുന്നത് അവർക്ക് പിടിക്കുന്നില്ല. ഡ്രസ്സില്ലാതെ നടക്കുന്നത് അവർക്ക് സഹിക്കുന്നില്ല. ഇതൊക്കെ അവർക്ക് മാനക്കേടുണ്ടാക്കുന്നു. അതുകൊണ്ട് അച്ഛൻ ലോക്കലായവരുടെ അടുത്ത് ഇവിടെ നിന്നോട്ടെ എന്ന് തന്നെയാണ് പോലും മക്കൾ പറയുന്നത്. ഞങ്ങൾ VIP കളാണ്, അങ്ങോട്ടൊന്നും അച്ഛനെയൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ ആ കിടക്കുന്ന കിടപ്പാടം പോലും എഴുതി വാങ്ങി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനസ്സാക്ഷി എത്രമാത്രം മരവിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ കിടക്കുന്ന കിടപ്പാടം പോലും മരിക്കാൻ കിടക്കുന്ന ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ 2 പേരും അവിടുന്ന് സ്ഥലം കാലിയാക്കിയത്. കാരണം ഇനി ഒരു തുണ്ട് ഭൂമി പോലും ഈ അച്ഛൻ്റെ കയ്യിൽ ബാക്കിയില്ല. എല്ലാ സ്വത്തുക്കളും എഴുതി വാങ്ങിയതിന് ശേഷമാണ് ഒരു പട്ടി എറിയുന്നത് പോലെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയി കളഞ്ഞ ആ 2 പുത്രന്മാർ. തീർച്ചയായിട്ടും ഈ അച്ഛന്മാരുടെ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതിനുശേഷം സാമൂഹ്യ വകുപ്പിൻ്റെ ഇടപെടലൊക്കെ കാരണം ഏതായാലും നമ്മുടെ ഗാന്ധി ഭവൻ
ഈ അച്ഛനെ ഏതായാലും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷമായ ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് ആ ഏറ്റെടുത്തതിന് ശേഷം ആ അപ്പൂപ്പൻ്റെ മുഖത്തുള്ള ഒരു ചിരി തീർച്ചയായിട്ടും കേരളക്കാരുടെ ഒരു പുഞ്ചിരിയായി മാറട്ടെ. ഇനി ഒരുപാട് അച്ഛന്മാർ ഇതുപോലെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ പല ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട വാർത്തകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ചാനലുകളിലൂടെ പുറത്തേക്ക് അറിയിക്കണം. കാരണം അച്ഛന് കിട്ടുന്ന സന്തോഷം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ ആ സന്തോഷമായ ആ ഗാന്ധിഭവനിലേക്കുള്ള പോക്ക് ഒന്ന് കാണാം. കരയണ്ട, എന്തിനാ കരയുന്നേ? സന്തോഷ കണ്ണീരാ? അതെ 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 അതെ. കരയല്ലേ അപ്പൂപ്പൻ, കരയല്ലേ? ഇനി അപ്പൂപ്പൻ പട്ടിണി കിടക്കത്തില്ല, നല്ല വസ്ത്രം ധരിക്കും, നല്ല ആഹാരം കഴിക്കും. ഇങ്ങനെയുള്ള മക്കളെ മുമ്പിൽ കിടക്കുന്നതിനേക്കായി നല്ലതല്ലേ എവിടെങ്കിലും കൊണ്ടുപോയി നല്ലോണം കിടക്കുന്നത്. നമുക്കൊരു സന്തോഷം അത് കാണും. ഈ ലോകം മൊത്തം കണ്ടിട്ടും ഈ മക്കൾ തിരിഞ്ഞു നോക്കില്ല ഇതുവരെ. ഈ സമയം വരെ വന്നിട്ടില്ല. എന്തൊരു മക്കളായത്, അവന്മാർക്ക് മക്കളുണ്ടല്ലേ ഉണ്ടല്ലേ. ഇവന്മാരെന്ത് മനുഷ്യനാണ് ഇവന്മാരൊക്കെ. സന്തോഷമായില്ലയോ? ഇല്ല, ദൈവകൃപയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങൾ ഒട്ടനവധി, നിങ്ങൾ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ കരയൊന്നും വേണ്ട കേട്ടോ. ഇനി അപ്പൂപ്പൻ നല്ല ആരോഗ്യത്തോടെ കഴിയും. അജീസ് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ അപ്പൂപ്പൻ പോവാണ് കേട്ടോ. ഇത് ഗാന്ധിഭവന്റെ നെടുമ്പന ശാഖയുടെ ഡയറക്ടറാണ് പ്രസന്ന. അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മൾ ഇതിന്റെ രേഖകൾ കൈമാറുന്നത്. ഇത് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും നമ്മൾക്ക് തന്ന ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ, സാമൂഹ്യനീതി വകുപ്പ് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. സ്ഥലമില്ല, എന്നിട്ട് പോലും ഗാന്ധിഭവൻ്റെ ഇടപെടലിൽ, അതായത് സാമൂഹ്യനീതിൻ്റെ ഇടപെടലിൽ ഇന്ന് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രസന്നമ്മയ്ക്ക് ഇത് കൈമാറുകയാണ്. അപ്പോൾ ആള് കുട്ടപ്പനായില്ലയോ? സന്തോഷമായില്ലയോ? കൈ കൊടുക്ക്. അത് മതി. ഗിരീഷ് അതിനകത്തോട്ടൊന്ന് കയറി. ഒരുപാട് സന്തോഷം. അപ്പം പോവുകയാണ് കേട്ടോ. ഇനി ദുരിതപ്പെടുത്തില്ല ഇല്ല സാറേ? ഇല്ല, ഒരിക്കലും ഇല്ല. വിദ്യാസമ്പന്നരായ കോടീശ്വരായ മക്കൾ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഒരു അപ്പൂപ്പനായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും, കേരള സമൂഹം ഒന്നാകെ ചർച്ച ചെയ്തൊരു വാർത്തയാണ് നമ്മുടെ കൊല്ലത്തെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ 85 വയസ്സുള്ള ഈ അപ്പൂപ്പന്റെ വാർത്ത. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതായി അപ്പൂപ്പൻ. ഈ അയൽവാസികളായ നല്ല മനുഷ്യരാണ് ഈ അപ്പൂപ്പന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. സങ്കടകരമായ വാർത്തയായിരുന്നു. ഒരു മകൻ കോടീശ്വരനാണ്, ഒരു മകൻ അധ്യാപകനാണ്. തിരിഞ്ഞു നോക്കത്തില്ല ഈ അച്ഛനെ. അച്ഛന്റെ സ്വത്ത് മാത്രം മതിയായിരുന്നു മക്കൾക്ക്. ആ അച്ഛനെയാണ് ഇന്ന് ഒരു കൂട്ടം നല്ല മനുഷ്യർ വന്ന് ഏറ്റെടുക്കുന്നത്. ഗാന്ധി ഭവനിലേക്കാണ് പോകുന്നത്. ഒരുപാട് സന്തോഷം. GCNലെ ഒരു വാർത്ത, ഒട്ടനവധി ആളുകൾ അനന്തുവിൻ്റെ വീഡിയോ എനിക്ക് ഇട്ടുന്നിട്ട് ഇതിൽ ഒന്ന് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. ഗിരീഷുമായി ബന്ധപ്പെട്ട് രാത്രി തന്നെ ഇവിടെ വന്നു. ഈ മനുഷ്യൻ്റെ ശിഷ്ടജീവിതം ഈശ്വരകൃപയാൽ ഗാന്ധി ഭവനിൽ സുരക്ഷിതമായിരിക്കും, മതിയായ ചികിത്സ നൽകും. പക്ഷേ അടിയന്തരമായി ഈ വിഷയത്തിൽ RDA ഉൾപ്പെടെ ഇടപെട്ട് അദ്ദേഹം കൊടുത്ത ഭൂമികൾ തിരികെ പിടിക്കണം. ഏറ്റവും ആവശ്യം അതാണ്. അതാർക്കും കൊടുക്കാനല്ല, ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളുക. അത് ഗാന്ധിഭവന് വേണ്ട. ഈ ഇടപെടലുകൾ മുഴുവൻ പെട്ടെന്ന് തന്നെ ഗാന്ധിഭവന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത് വളരെ സ്പീഡായത്. മക്കളുടെ പേരെന്തോ പൂപ്പ? മൂത്ത മോന്റെ പേര് അനിൽകുമാർ, ഇളയ മോന്റെ പേര് അജിത് കുമാർ. രണ്ടുപേർക്ക് അപ്പൂപ്പനെ വേണ്ട. സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടത് കൊണ്ടാണ് ഗാന്ധി ഭവൻ പെട്ടെന്ന് തന്നെ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത് എന്നാണ് അധികാരികൾ പറയുന്നത്. എന്ത് തന്നെ ആയാലും വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ആ നാട്ടുകാർക്കും ആ വീഡിയോ എടുത്ത മനുഷ്യനും ഞാൻ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ കൊണ്ട് ഒരു ജീവിതം ആ അച്ഛൻ ഇതുവരെ ഒരു സന്തോഷം അറിയാതെ മാസങ്ങളോളം, മനുഷ്യനെ എന്നതിലുപരി ആരെങ്കിലും സ്വന്തം അച്ഛനെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് കാണുന്നവർ, നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിൽപ്പെട്ട അനുഭവങ്ങൾ എന്തോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ചെയ്യുന്നവരുടെ മുമ്പിലൊക്കെ ഈ വീഡിയോ എത്തിക്കുക. തീർച്ചയായിട്ടും അത് അധികാരികളുടെ മുമ്പിലേക്ക് എത്തുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതിന് അനന്തര നടപടികൾ, ഇത്തരത്തിൽപ്പെട്ട നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അവർക്കൊരു ജീവിതം കിട്ടും. ഇനിയുള്ള കാലമെങ്കിലും ഗാന്ധി ഭവനിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ അച്ഛന് ജീവിക്കാൻ സാധിക്കട്ടെ. നിർവൃത്തി ആ അച്ഛൻ്റെ മുഖത്തു നിന്നുള്ള പുഞ്ചിരി മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രമാത്രം അച്ഛൻ സങ്കടപ്പെട്ട് കാണും. കാരണം 2 പുത്രന്മാർക്കാണ് ജീവൻ നൽകിയത്. അതിനുശേഷം പഠിപ്പിച്ച് അവരൊരുത്തനെ മാഷാക്കുന്നു, അതിനുശേഷം മറ്റൊരുത്തനെ ബിസിനസ് മാനാക്കുന്നു, അവർ കോടികൾ സമ്പാദിക്കുന്നു. അതിൽ നിന്നൊരു 10 രൂപ എടുത്തുകൊണ്ട് പോലും ഒരു നേരത്തൊരു കഞ്ഞി ഈ അച്ഛന് വാങ്ങിക്കൊടുക്കാൻ ആ മക്കൾ തയ്യാറാവുന്നില്ല. എത്രമാത്രം ക്രൂരമാണ് അവരുടെ മനസ്സ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിയുന്ന ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഷെയർ ചെയ്യണം. കാരണം ആ മക്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് അവരുടെ മാനം പോവുക തന്നെ വേണം. കാരണം ഇവർക്കൊക്കെ എന്ത് മാനമാണുള്ളത്? കാരണം സ്വന്തം അച്ഛനെ പോലും, ഒരു പട്ടിക്ക് വരെ പോലും കൊടുക്കാത്ത ഈ മക്കളെയൊക്കെ തീർച്ചയായിട്ടും നാട്ടുകാർ താല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരും അവരുടെ ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കും. അവർക്ക് ജന്മം നൽകിയ തന്തയെ അവർ റോഡ് മേൽ വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചോദിക്കുക തന്നെ വേണം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. യാതൊരു കാരണവശാലും എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജന്മം തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ മരിക്കുന്നവരെ നല്ല രീതിയിൽ പരിപാലിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എന്ന് ആത്യന്തികമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.